എടുക്കായില്ല. മൂന്നാമത്തെ സംഗതി മുതൽ നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം. കാരണം ഇവിടെയുള്ള ഇതിനെയൊക്കെ വിമർശിക്കുന്ന ആളുകൾ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. എന്താണത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മക്കത്തായി? ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഏരിയ കൂടിയാണ്. ഞാൻ നിങ്ങളെക്കാളും നിങ്ങളെ മേലെ കയറി പറയുന്നല്ലേ, ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ തോന്നും. കാരണം ഒരിക്കലും നമ്മളെല്ലാവരും കൂടി ഓർക്കുന്നതാണ്. ഹക്കൻ മനസ്സെന്ന് പറയുന്നതാണ്. നിങ്ങളെ ഞാനിത് പറഞ്ഞു പഠിപ്പിക്കുന്നില്ല, നമുക്ക് ഒന്നിച്ച് ഓർക്കുന്നതാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ഈ സെക്കൻഡ് വരെ ചിന്തിച്ചിട്ടുണ്ടോ റസൂലുള്ള എന്തുകൊണ്ട്? ഒരു ദുർബലമായ ആലോചനയാണ്. യൂറോപ്പിൽ നിന്നുണ്ടായില്ല, അമേരിക്കയിൽ നിന്ന് വന്നില്ല, ആഫ്രിക്കയിൽ നിന്ന് വന്നില്ല, ഇന്ത്യയിൽ നിന്നായില്ല, ദക്ഷിണേഷ്യയിൽ നിന്നായില്ല. ഈ പേരൊക്കെ ഒരുപക്ഷെ ഡെമോക്രാറ്റിക് ഫ്രെയിംസ് ഒക്കെ ഇപ്പോഴത്തുണ്ടായതായിരിക്കാം. പക്ഷെ ആ ഭൂമികൊക്കെ അന്നുണ്ടല്ലോ, ഭൂമിയുള്ള കാലം മുതൽ ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാകാം മരുഭൂമിയിൽ നിന്ന് നബി ഉണ്ടായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ചിന്തിച്ചാൽ വലിയ അത്ഭുതം തോന്നും. ഞാനത് എന്റെ മറുപുറം പറയാം. 1499 ജന്മദിനാണ് ഇപ്പൊ ആഘോഷിക്കുന്നത്. 1500 കൊല്ലം എന്ന് കൂട്ടാൻ ഒരു സൗകര്യത്തിന്. 1500 കൊല്ലം മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു നാട് ആ സംസ്കാരവും പേരും വെച്ച് മക്കയും മദീനയും അല്ലാതെ ഇന്ന് ഭൂമിയുടെ പുറത്തുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഹിസ്റ്ററി അധ്യാപകരുണ്ടാവും, ചിലപ്പോൾ റിസർച്ച് നടത്തിയവരുണ്ടാവും, അല്ല നല്ല റീഡുള്ളവരുണ്ടാവും. ഉണ്ടാവും. ഇവിടെ വെച്ച് നമുക്ക് തിരുത്താം, നമുക്ക് അതിനെപ്പറ്റി പറയാം. ഞാനത് ചെറുതായി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. ഓരോന്ന് വായിക്കുമ്പോൾ നല്ല നേരം പോകും, വായിക്കുമ്പോൾ സമയവും. എനിക്ക് ഓർമ്മയുള്ളത് മാത്രം പറയാം. 1400 കൊല്ലം മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന സംസ്കാരം, നാടുകൾ. 1400 കൊല്ലം മുമ്പ് ഈ നാദാപുരമൊക്കെ ചാളക്യ ഡൈനാസ്റ്റിന്റെ കീഴിലുള്ള പുലയകേശൻ രണ്ടാം എന്ന് പറയുന്ന രാജാവിന്റെ മണ്ണാണ്. തൃശ്ശൂര് ഇസ്ലാം ആദ്യമായി വന്ന നാട്. കൊടുങ്ങല്ലൂര്, അവിടെ ചേരാൻ പെരുമാൾ, കണ്ണൂർ പന്തുക്കർ. നടുവിലുള്ള ഇന്നത്തെ ഭാഷയിലെ മധ്യമലബാർ ചാളക്യ രാജകുടുംബം. പുലയകേശൻ രണ്ടാം. പുലയകേശൻ രണ്ടാമെന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നുള്ളത് ഹിസ്റ്ററിന്റെ പുസ്തകത്തിലില്ലാതെ എവിടെയുള്ളത്. എന്നാലും സാധാ ഹിസ്റ്ററിന്റെ പുസ്തകത്തിലും ഇല്ല. ചാളക്യ ഡൈനാസ്റ്റി ഒന്നും ആരും ചർച്ച തന്നെയില്ല. നമ്മുടെ കേരളത്തിന്റെ മുകളിലോട്ട് പോയാൽ ഗുപ്ത മൗര്യ സാമ്രാജ്യങ്ങളുടെ ഒരു ടൈമായിരുന്നു. ഒരു സാമ്രാജ്യം കഴിഞ്ഞ് അടുത്ത സാമ്രാജ്യത്തിന്റെ സ്റ്റാർട്ടിങ്. ഈ ഗുപ്ത മൗര്യന്റെ ക്രോണോളജിയിൽ ആദ്യത, എന്നെ സഹായിക്കാൻ ഒരാൾ വേണേ. ഗുപ്ത മൗര്യ ഡൈനാസ്റ്റിയിൽ ആദ്യതായിരുന്നു. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അത് ഇന്നത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ല. മൗര്യ എന്തായാലും ഒരാളുണ്ടാവും. അപ്പൊ ആദ്യം മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം. അപ്പൊ മൗര്യ സാമ്രാജ്യത്തിന്റെ ആധിപത്യം കഴിഞ്ഞിട്ട് ഡൽഹി, ഹരിയാന ആ ഏരിയ ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഗോൾഡൻ ഇറ, ക്ലാസിക് കാലഘട്ടം അതായിരുന്നു. ചൈനയുടെ ഭാഗത്തേക്ക് പോയാൽ ചൈന, ഇന്നത്തെ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ, ഫിലിപ്പൈൻസ് ആ ഏരിയ. അന്ന് അബദത്തുൽ ഔസാന്റെ ബിംബാരാധനയുടെ, നമ്മുടെ ഇന്നത്തെ കൊടിയ ഷിർക്കിന്റെ കൊത്തളം ആലോചിച്ചു. ഇന്നവിടെ കൺഫ്യൂഷനിസം, ഐത്തിസം, എല്ലാ അർത്ഥങ്ങളിലുള്ള നിരീശ്വരവാദത്തിന്റെ ഏറ്റവും വലിയ ഈറ്റിലാണ് ഇന്ന് ആ ഏരിയ. ചൈന ഒക്കെ. പക്ഷെ അന്ന് ബിംബാരാധനയുടെ കേന്ദ്രമാണ്. റസൂലുള്ളാഹിന്റെ കാലത്തെ ചൈനയിൽ ഇസ്ലാം ഉണ്ടായിട്ടുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ പള്ളിയും കെട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉയ്ഗൂറിന്റെ കഥ ഒക്കെ വാർത്തയാവുന്നു. പക്ഷെ ഉയ്ഗൂർ മുസ്ലിങ്ങൾ അതിനെ അവരെ ചെറുതാക്കില്ല. അതേസമയം ചൈനയിലെ ഒരു സ്വദേശി മുസ്ലിംസ് ഉണ്ട്. അവരൊക്കെ ഈ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സ്ട്രീമിലൂടെ ഉള്ളവരാണ്. സംഭവം പറഞ്ഞു മാത്രം. അന്ന് അവിടെ എത്തി. പക്ഷെ അന്ന് ആ കാലഘട്ടത്തിൽ ഈ ഇസ്ലാം എത്തുന്ന ആ സമയത്തൊക്കെ അവിടെ കൊടിയ ബിംബാരാധനയായി. ഭൂമി മാറി, സംസ്കാരം മാറി. അമേരിക്ക 1500 കൊല്ലം മുമ്പ് അമേരിക്കയിൽ മായന്മാരാണ്. മായന്മാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്ക തന്നെയാണ് അന്നും അമേരിക്ക. ഇന്നത്തെ അമേരിക്കയാണ് അന്നും അമേരിക്ക. മായന്മാർ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാര. സ്വന്തമായിട്ട് ഭാഷ, സ്വന്തമായിട്ട് സൈന്യം, സ്വന്തമായിട്ട് രാജ്യം, സ്വന്തമായിട്ട് മതം ഇല്ല. വേറെ സെൽഫ് സഫിഷ്യൻസിന്റെ മകുടോദാഹരണം. ഇമ്പോർട്ടഡ് സാധനം മായന്മാർ ഉപയോഗിക്കൂല. ഒരു മനുഷ്യൻ അകത്തേക്ക് വന്ന കൊന്നളിയും ഇത് പുറത്തുനിന്ന് വന്ന സാധനമാണ്. വിദേശ നിർമ്മിത വസ്തുക്കളെ വിദേശിയെ സ്വീകരിക്കാൻ മായന്മാർ തയ്യാറായിട്ടില്ല. അത്രയും മായന്മാർ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട് എന്ന് ഇന്ന് ഈ പറഞ്ഞതുപോലെ മ്യൂസിയത്തിൽ പോകേണ്ടി ചരിത്രത്തിൽ ഇല്ലാതെ. യൂറോപ്പ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലുള്ളപ്പോൾ ഭൂമിയിൽ 12 to 14 കോടി മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹിന്റെ ഹിസ്റ്റോറിസിറ്റിയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചരിത്രപരത, സുതാര്യമായ ചരിത്രപരതയാണ് മറ്റു നേതാക്കളിൽ നിന്ന് റസൂലുള്ളാഹിനെ നമ്പർ 1 ആക്കുന്നത്. മൈക്കൽ എച്ച് ഹാർട്ട് രണ്ടാമത്തെ ന്യായം അതാ കൊടുത്തത്. ഒന്ന് സ്വാധീനിച്ചത്, ബെസ്റ്റ് ഇൻഫ്ലുവൻസർ. രണ്ടാമത് പറഞ്ഞത് ക്ലിയർ കട്ട് ഹിസ്റ്റോറിസിറ്റി. ഇൻഫ്ലുവൻസിങ് പിന്നെ നമ്മള് മൈക്കൽ എച്ച് ഹാർട്ടിന്റെ വർത്താനം പറയുന്നത് നമുക്ക് വേറെ നിലക്ക് പറയാം സമയമുണ്ടെങ്കിൽ. ഹിസ്റ്റോറിസിറ്റി ഒരു ഭയങ്കരമാണ് റസൂലുള്ളാഹിന്റെ. അപ്പൊ ഫിലിപ്പ് കൈറ്റിയെ പോലെയുള്ള തോമസ് ആർണോൾഡിനെ പോലെയുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതാണ്. 12 to 14 കോടിയാണ് ആകെ ഭൂമിയിലുള്ളത്. ഇപ്പോ 700 സംതിങ് കോടി. അവിടെയും ഖുർആന്റെ വലിയ അത്ഭുതം ഉണ്ട് കേട്ടോ. നമ്മൾ കാലം ബേക്കോട്ട് പോകും തോറും ഈ ഡെമോഗ്രാഫിക് അതിന്റെ ആ ഗ്രാഫ് ത്രികോണത്തിന്റെ കേന്ദ്രത്തിലേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യും. ബാക്കോട്ടേക്ക് ട്രാക്ക് ചെയ്താൽ ജനസംഖ്യ ചെറുതായി വരുന്നതാണ്, ഡിസെൻഡിങ് ആണ്. يا أيها الذين آمنوا يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل تعارفوا من ذكر وأنثى. ഇപ്പൊ 740 കോടി, 600 കോടി, 500 കോടി, 400 കോടി, 300 കോടി, 100 കോടി, 50 കോടി. ലോക ചരിത്രത്തിൽ ഒരിക്കലും ജനസംഖ്യയുടെ ഗ്രാഫ് ബാക്കോട്ടേക്ക് പോകുന്തോറും അവരോഹണം, ഇങ്ങോട്ടേക്ക് വരുന്തോറും ആരോഹണം. ആ ക്രമം തെറ്റിയിട്ടില്ല. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളുടെ സർജനം നാം സമാരംഭിച്ചതെന്ന് ഖുർആന്റെ പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്ന അതല്ലാത്ത ഒരു മനുഷ്യ ചരിത്രത്തിന്റെ നാൾ വഴികളിൽ ഒരിടത്തും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് 12 to 14 കോടി ആളുകൾ എന്ന ഭൂമി, അതിൽ ഒരാൾ ആമിന പറ്റ മക്കത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഭംഗി ആലോചിച്ചോ. എല്ലാം കണക്കാണ്. നേരുൽ അത്വാർ, സാദുൽ മആദ്, ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ്, നേരുൽ അത്വാർ ഇതുപോലും പറയുന്നുണ്ട് റസൂലുള്ളാഹിന്റെ മയ്യത്ത് നിസ്കാരത്തിന് ആകെ പങ്കെടുത്ത ആൾക്കാരെ എണ്ണം. ചരിത്രം എഴുതാൻ തുടങ്ങിയ കാലല്ലേ. റസൂലുള്ളാഹിന്റെ മയ്യത്ത് നിസ്കാരത്തിന് ജമാഅത്തില്ല. ഇപ്പൊ അഹിഷ്കാലാകണ്ട, ഓരോരുത്തർ വന്ന് നിസ്കരിച്ച് പോയതാണ്. എന്നാലും അന്ന് മദീനയിൽ ആകെ എത്തിയ ആൾക്കാരെ എണ്ണം നേരുൽ അത്വാറിലുണ്ട് 37,000. ചെറുതാന്ന് ചിന്തിക്കണ്ട. അന്ന് ആളുകൾ കാൽനടയായും കഴുതപ്പുറത്തും സഞ്ചരിക്കുന്ന കാലമാണ്. മുതലാളിമാർക്ക് മാത്രം കുതിരയും ഒട്ടകമുള്ള കാലമാണ്. അന്ന് റസൂലുള്ളാഹി വഫാത്താവുന്നത് ജൂൺ 8-നാണ്. ആ കണക്ക് നമുക്ക് പറയാം. ജൂൺ 8-നാണ്. സൗദിയിൽ ജോലി ചെയ്യുന്ന എല്ലാം നിങ്ങൾ റിയലിസ്റ്റിക് സെൻസിലെടുക്കുക. സൗദിയിൽ ജിദ്ദയിലോ ദമാമിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓരോകൂടി ഈ ചർച്ചയിൽ കൂടണം. ജൂണിലെ കാലാവസ്ഥ ഏതാ? നമുക്ക് ഇതൊക്കെ ഇതിന്റെ കൂടെ ആലോചിക്കാനുള്ളതാണ്. ജൂൺ 8-ന് മദീനയിൽ 2.3 ദിവസമാണ് റസൂലുള്ളാഹിന്റെ മയ്യത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതും വലിയ ഹിക്മത്താണ്. അപ്പൊ ആകെ മദീനയിൽ എത്തിയ ആള് 37,000 ആളുകൾ. ഈ എണ്ണം കുറഞ്ഞതിന്റെ കാരണം പിന്നീട് അല്ലാമ സമൂഹ് രേഖപ്പെടുത്തിയത് റസൂലുള്ളാഹിന്റെ വഫാത്ത് ഞെട്ടലുളവാക്കിയിട്ട് നാട് വിട്ടവർ പിന്നീട് അങ്ങോട്ടേക്ക് ചെന്നില്ല എന്നുള്ളതാണ്. ഹൃദയം പൊട്ടി ഓടി, അണക്കെട്ട് പൊട്ടി ഓടി എന്നുണ്ടെങ്കിലേ സദോ അവരുടെ അണക്കെട്ട് സുലൈമാൻ നബീന്റെ കാലത്ത്, അതേപോലെ കുറെ ആള് ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റേതിനും കണക്കുണ്ട്. ഹജ്ജത്തുൽ വിദാഇന് 1.25 ലക്ഷം അമ്പിയ മുസ്ലിങ്ങളുടെ എണ്ണം പറഞ്ഞ പോലെ 1.25 ലക്ഷം പേർ. നമ്മുടെ വിഷയം കൊണ്ടൊക്കെ കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് കണ്ടപ്പോഴാണ്. ആഫ്രിക്കയിൽ 15 മില്യൺ ആളുകൾ എന്നുണ്ട്. ബൈസന്റൈൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കി മുതൽ സിറിയ വരെയുള്ള റോമാ സാമ്രാജ്യം. അന്ന് അതിന്റെ ചുവട്ടിലായിരുന്നു ഈ കണക്കാണ് തുർക്കി, ഗ്രീസ്, ബൾഗേറിയ, ഇറ്റലി, ഈജിപ്ത്, സിറിയ, ലെബനൻ, യമൻ, ജോർദാൻ. അതൊക്കെയാണ് റോമാ സാമ്രാജ്യം. അവിടെയും നാടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള സംസ്കാരമല്ല ഇന്നത്തെ സംസ്കാരം. തുർക്കി മുതൽ ഞാനൊരു സംഗതി കൂടെ പറയട്ടെ. റസൂലുള്ളാഹിന്റെ ചരിത്രവും ഖുർആനും മനസ്സിലാവണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ബേസ് ഭൂപടം, ഭൂമി അക്വറേറ്റ് നമ്മുടെ തലയിലുണ്ടാവണം. ഭൂപടം തലയിലില്ലെങ്കിൽ റസൂലുള്ളാഹിനെയും തിരിയില്ല, ഖുർആൻ അത്രയും തിരിയില്ല. എനിക്ക് തിരിയുന്നത് നിങ്ങൾക്ക് തിരിയുന്നില്ല എന്നുള്ളതല്ല, എന്നേക്കാൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഗൗരവം പറഞ്ഞതാണ്. പക്ഷെ ഞാൻ പറഞ്ഞതാണ് തുർക്കി മുതൽ സിറിയ വരെ അന്ന് ബൈസന്റൈൻ. പക്ഷെ ഒരു 100 കൊല്ലം മുമ്പ് വരെ അത് പിന്നെ ഓട്ടോമൻ സാമ്രാജ്യമല്ലേ, ലോക സുന്നി സൂഫി സാമ്രാജ്യം, സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ഒക്കെ സാമ്രാജ്യം. എല്ലാം മാറി. അന്നത്തെ തുർക്കിയാണ് ഇന്നത്തെ തുർക്കി. റസൂലുള്ളാഹിന്റെ കാലത്ത് ക്രിസ്ത്യൻ ആസ്ഥാനം ഇറ്റലി അല്ല. ഇന്ന് മാർപ്പാപ്പയുടെ ആസ്ഥാനം ഇറ്റലിയിലെ വത്തിക്കാനാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ കാലത്ത് ക്രിസ്ത്യൻസിന്റെ ആസ്ഥാനം തുർക്കിയാണ്.
പിന്നെ തുർക്കിയിലേക്ക് ഇസ്ലാം വന്നപ്പോൾ അവിടെയുള്ള തദ്ദേശീയരായ ക്രിസ്ത്യൻസിനെ റഷ്യയിലേക്കാണ് അടിപ്പായിച്ചത്. ഇന്നത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് റഷ്യയിലെ ക്രെംലിനാണ് ഇന്നത്തെ ആസ്ഥാനം, കാത്തലിക്കാണ് വാത്തിക്കാനിൽ. പക്ഷെ അന്നത്തെ ക്രിസ്ത്യൻ ആസ്ഥാനമായ തുർക്കി ഇസ്ലാമിന്റെ അല്ലെങ്കിൽ സൂഫി സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഒരു പർണശാലയായി മാറി. യമൻ അന്ന് ക്രിസ്ത്യൻസിന്റെ കയ്യിലാണ്, നസാറാക്കളാണ്. പിന്നെ യമനിൽ നിന്നാണ് കേരളത്തിലേക്ക് ദീൻ കൊണ്ടുവന്ന എല്ലാ തങ്ങന്മാരും വന്നത്. അലീമാൻ യമാനിയൻ അങ്ങനായി. ചൈന, മംഗോളിയ, സൈബീരിയ, അന്ന് ഭൂമിയിൽ ഏറ്റവും ജനസംഖ്യയുള്ള മേഖല. ചരിത്രത്തിന്റെ കൃത്യത നോക്ക്. ഇന്നും ജനസംഖ്യ ചൈനയിലാണ്, അന്നും ജനസംഖ്യ ചൈനയിലാണ്. ഏകദേശം 50 മില്യൺ, 5 കോടി. അസീറിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ, ഇറാഖ്, മെസപ്പൊട്ടോമിയൻ നാടുകൾ, അഫ്ഗാനിസ്ഥാൻ വരെ, ബാബിലോണിയ. അന്ന് അവിടെ സൗരാഷ്ട്ര മതം എന്ന് പറഞ്ഞാൽ സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ. എന്ന് ആ മേഖലയിൽ വ്യത്യസ്ത വിഭാഗങ്ങളാണെങ്കിലും മുസ്ലിങ്ങളുടെ നാടാണ്. ആ ഭാഷ പോലും ഇന്നില്ല. ഐബീരിയ, യൂറോപ്പിനെ ഏഷ്യയും ബന്ധിപ്പിക്കുന്ന യുറേഷ്യ എന്ന് പറയുന്ന സ്പെയിന്, പോർച്ചുഗൽ, ഫ്രാൻസ് ആ ഏരിയ, ഞാൻ ഷോർട്ടാക്കുന്നതാണ്. അവിടെ അന്ന് പാഗനിസം ആയിരുന്നു. എന്ന് പറഞ്ഞാൽ മോളോട്ടോക്കിയ ആകാശം, താഴോട്ടോക്കിയ ഭൂമി, ഞാക്കന്ത, അതിന്റെ ഒരു ഇംഗ്ലീഷാണ് പാഗനിസം. ഒരു ആകാശം വീണ ഭൂമി താങ്ങട്ടെ എന്നുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ ഒരു നിലപാട്. അവരെ പറ്റി ചരിത്രത്തിൽ മെഡിറ്ററേനിയൻ തീരത്തെ കക്ക പെറുക്കി നടന്നിരുന്ന യൂറോപ്യന്മാർ എന്നൊക്കെ മുട്ടാണിശ്ശേരിയിൽ പിന്നീട് എഴുതി വെച്ച ആ നാടുകൾ. നിങ്ങൾക്ക് കൂടുതൽ ഇത് വരേണ്ടതായി തോന്നും, അതുകൊണ്ട് ഞാൻ നാടും പേരും കണക്കും ഒഴിവാക്കി. ആ കൂട്ടത്തിൽ ഒരു അറബി ഉണ്ടല്ലോ. 1400 കൊല്ലം മുമ്പും അറേബ്യയിൽ അറബികൾ ഉപയോഗിച്ച ഭാഷ അറബി, ഇന്നും അറബി. 1500 കൊല്ലം മുമ്പും ആ മണ്ണിന്റെ പേര് മക്ക, എന്നും പേര് മക്ക. അന്നും പേര് അൽമദീന, ഇന്നും പേര് അൽമദീന. നിങ്ങൾ ഭൂമിയുടെ ചരിത്രം വെച്ച് ആലോചിച്ച് നോക്കൂ. ഇത് എന്റെ ഒരു അവകാശവാദമല്ല, നമ്മുടെ മുമ്പിലുള്ള പച്ചയായ സത്യമാണ്, പച്ചയായ സത്യമാണ്. 600 കൊല്ലം മുമ്പുള്ള, നമ്മളിപ്പോ വലിയ ലോകഭാഷയായിട്ട് പറയുന്ന സാധനമാണ് ഇംഗ്ലീഷ് ഭാഷ. 600 കൊല്ലം മുമ്പുള്ള ഇംഗ്ലീഷ് ഇന്ന് ഇംഗ്ലീഷിൽ ഡബിൾ PhDയും ഡിലിറ്റും ഉള്ള ഒരാൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷിൽ ഇപ്പൊ ഒരുവിധം എല്ലാ കുട്ടികളും BAയും MA എടുക്കുന്നത് ഇംഗ്ലീഷിലാണല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഷേക്സ്പിയറിന്റെ ഡ്രാമാന്റെ പുസ്തകം എടുക്കും. ഒരു പേജില് ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷ്, ഇപ്പുറത്തെ പേജിലോ അത് മനസ്സിലാവാത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുടെ ഇംഗ്ലീഷിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ. അതല്ലേ കൗതുകം. ഒരു ഭാഷയെ അപരഭാഷയിലേക്ക് മൊഴിമാറ്റുന്നതിനല്ലേ ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഇംഗ്ലീഷിനെ, മൗലികമായ ഇംഗ്ലീഷിനെ നൂതനമായ ഇംഗ്ലീഷിലേക്ക്. അന്ന് നീ എന്നുള്ളതിന് ദോ എന്നാ പറയാ, രസം കൂടി ഉണ്ടെങ്കിൽ പിന്നെ സെൻസ് മാറി. എന്നാ വാക്കില്ല, യു നല്ല. യൂട്യൂബ് റൂട്ടസ് എഴുതിയിട്ടുണ്ടോ? സത്യത്തിൽ ഷേക്സ്പിയർ ലിറ്ററേച്ചർ എടുത്തവർ പറയണത് അങ്ങനെ പറഞ്ഞിട്ടില്ല. നിന്റെ എന്നുള്ളതിന് യുവർ എന്നല്ല, ധൈനാണ്. ഇത് കുട്ടിക്ക്, ഇത് പ്രൊഫസർക്ക് മനസ്സിലാവാത്തോണ്ടല്ലേ ഇപ്പുറത്തെ പേജിൽ ഇത് എഴുതി കൊടുക്കേണ്ടി വന്നു. 600 കൊല്ലം ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഭാഷക്ക് പോലും 1000 കൊല്ലത്തിലേറെ പഴക്കമില്ല. ഈ സെൽറ്റിക്സ്, ജർമൻസ്, ആംഗ്ലോ സാക്സൺ ഇംഗ്ലണ്ടിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ ഭാഷയാണ്. പക്ഷെ 4000 കൊല്ലം മുമ്പ് ഇസ്മായിൽ അലിഹിസ്ലാമിന്റെ കാലത്ത് ജുർഹൂം ഗോത്രം മിണ്ടിയ ഭാഷയാണ് അറബി. അന്ന് ഇസ്മായിൽ നബി പറഞ്ഞ വർത്താനം ഇന്ന് കുട്ടികൾ ഈ ഹാഷിമിയ കോളേജിൽ നെഹ്റുൽ വാദിയിൽ പഠിക്കുന്നുണ്ട്. സെയ്ദ് നിന്ന് എന്നുള്ളതിന് ഇസ്മായിൽ അലി ഇസ്ലാം പറഞ്ഞതും സെയ്ദും കായിമും തന്നെയാണ്. സെയ്ദ് നിന്നു എന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് സെയ്ദും കായിമും തന്നെയാണ്. അറബിക്ക് ഒരു മാറ്റവും, ബാക്കി എല്ലാ ഭാഷയും മാറി. 2016 മലയാളം തന്നെ മാറിയില്ല. ഞാളെല്ലാം പെടുന്ന നാദായിരുന്നു പോയാലോ അവനോട്. എന്തായാലും തേച്ച് കുടുംബൂടെ ചാലക്കാടുള്ള ഒരു 10 കൊല്ലം മുമ്പ് വരെ, 20 കൊല്ലം മുമ്പ് വരെ നിങ്ങൾ എന്താ പറഞ്ഞത്? നീറാലൊട്ടാക തണ്ണിമറിച്ചിട്ടൊട്ടാക പൊട്ടാക്കിട്ട് നങ്കലം പടക്കാക്കിട്ട് കീഞ്ഞിട്ടങ്ങ് വാഞ്ഞോട്ടില്ലേ. ഇന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു നാദാവൃത്ത കുട്ടീനോട് പറഞ്ഞാൽ ഒരു വാക്കിന്റെ അർത്ഥം കിട്ടും, ഒരു വാക്കിന്റെ. എന്നാ ആ പറഞ്ഞ പ്രസ്താവനയിൽ ഏതെങ്കിലും ഒരു വാക്ക്, ഒരു അസാഹിതീയമായ വാക്കുണ്ടോ? നീറാന്നൊക്കെ ഉള്ള വാക്കില്ലേ, ബഹുമാനിക്കണം. നീറാലി എന്നൊക്കെ പറയുമ്പോൾ നിൽക്കണം. കാരണം അതിലൊരു സംസ്കാരമുണ്ട്. നാറയനൂറ് നൗറൻ വനീറാനൻ വസ്ത്രാണ്, തീക്കത്വം എന്നാണ് പറയുന്നത്. ആലി എന്ന് പറഞ്ഞാല് ആല ലോപിച്ചതാ. പയ്യനെ കെട്ടുന്ന, പശുവിനെ കെട്ടുന്നതിന് നമ്മൾ ആല എന്ന് പറയല്. തീ കത്തിക്കുന്ന ആല, അതാണ് ഈ നീറാല. പിന്നെ ആ മൊഴിയാ മലയാളിയൊക്കെ പ്രയാസമായുണ്ട് ഈയാക്കി. മലയാളന്നല്ല പറയാം, മലയാളി എന്നല്ല. ഇപ്പൊ നീറാലി, ഇപ്പൊ നീറാലി എന്നുള്ള വാക്കിൽ നമ്മുടെ കുടിയേറ്റത്തിന്റെ സംസ്കാരമുണ്ട്, നാടിന്റെ സംസ്കാരമുണ്ട്, അതിൽ ജീവിതമുണ്ട്, ജീവനുണ്ട്. നീറാലി എന്ന് പറയുന്നത് ജയപ്പറല്ല.
തണ്ണീൻ ഇത്രല്ല വാക്ക, പൊട്ടാക്കുക, ഒന്നും പറ്റാതാക്കുക എന്നാണ്. അപ്പൊ എന്റെ വിഷയം അങ്ങോട്ടൊക്കെ പോവല്ല, ഇതൊരു തമാശ. പക്ഷേ മലപ്പുറം മനോരമയിലൊരു ചുരുക്കി പറഞ്ഞാൽ 70 കൊല്ലം മുമ്പുള്ള മലയാള മനോരമാന്റെ ഒരു പീസ് ഇന്ന് മനോരമാന്റെ അടുത്ത് കൊടുത്താൽ മനസ്സിലാവും. ആദിവ്യാധി നീക്കം ചെയ്യാൻ വരണാധികാരി ആകുന്ന തുറവടിഫാട്, മൗലൂദ് കിതാബിലെ വാക്കാണ് തുറവടിഫാട്. ഫറജ് മഖ്റജ് എന്ന് പറയാം. ഫറജൻ വ മഖ്റജൻ മിൻ ഹൈസു ലാ നഹ്തസിബ് എന്നൊക്കെ ദുആയിലുണ്ടാവും. അപ്പൊ തുറവടിപ്പാട് ഉണ്ടാക്കുക എന്നാണ് പഴയ ഉസ്താദുമാരെ ഭാഷ. മനോരമ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കോളറയും വസൂരിയും വന്നപ്പോ ഈ താലൂക്ക് അല്ലെങ്കിൽ വില്ലേജ് അതിനല്ല വരണാധികാരി എന്ന് പറയാം. ഭ എന്ന് പറയുമ്പോ തെരഞ്ഞെടുക്കരുത്, വ എന്ന് പറയുമ്പോ ഇറങ്ങിയിറാന്നല്ലോ. അപ്പൊ ഈ വരണാധികാരി അതിന് നടപടി എടുക്കണം. എന്തിന്? തുറവടിപ്പാട് ഉണ്ടാക്കാൻ. പഠിത്തർക്ക് കിട്ടും. ക്യാൻസറിന് തൊട്ട് മുമ്പ് ഇവിടെ മഹോദരൻ എന്നാ പറഞ്ഞു. ഇന്ന് ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റിന് പറയാ മനസ്സിലാവോ? 40 കൊല്ലം മുമ്പ് മലയാളികൾ ക്യാൻസറിന് മഹോദരം പള്ള കുറുക്കുമെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. വയറ്റിന്റെ ഉള്ളിൽ മുഴ ഉണ്ടായി. ഡയാലിസിസ് കിഡ്നി പോകുന്നതിന് ഉപ്പടിയാന്നാ പറയും. ഉപ്പടിഞ്ഞ് മരിച്ചു. പക്ഷെ വാക്ക് കൃത്യമാണ്. കിഡ്നിക്ക് ഡാമേജ് പറ്റിയാൽ സോഡിയം ഇംബാലൻസ് ആവും. അപ്പൊ ഉപ്പടിഞ്ഞു കൂടും. സോഡിയം കൂടല്ല പ്രശ്നം. അപ്പൊ ഉപ്പടിഞ്ഞ് മരിക്കുക. ഹൈപ്പർ പ്രഷറിന് രക്തക്കുതിപ്പ്. ഇതൊക്കെ ഒരു 20-30 കൊല്ലം മുമ്പുള്ള മലയാള വാക്കാണ്. പഴയ മലയാളമല്ല. ഇപ്പൊ വയനാട്ടിൽ ഇപ്പോഴും ഉണ്ട് രക്തക്കുതിപ്പിന് മരുന്നൊക്കെ പറയുന്ന വൈദ്യന്മാർ. നമ്മളെ ചീരപ്പറങ്ങി കാന്താരി മുളക് ഉണ്ടയാക്കിയിട്ട് ആ സാധനമാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മദ്രാസിലേക്ക് ഡയാലിസിസ് എത്ര സജീവമാകുന്നതിന് മുമ്പ് ഒരാൾക്ക് രോഗം ഉണ്ടായപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ചീരപ്പറങ്ങി പറിച്ചിട്ട് ഉണ്ടയാക്കി അന്നത്തെ മദിരാശിയിലേക്ക് കൊണ്ടുപോയി. മലയാളം മാറി. അതേസമയം 1400 കൊല്ലം മുമ്പ് ഹിജറ പോകുന്നു. ന്റെ ഉള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖും ഇരിക്കുമ്പോൾ ഉമയ്യത്ത് ബിൻ ഖലബ് പിടിക്കുമോ എന്നായപ്പോൾ എന്താ പറഞ്ഞത്? ഖുർആൻ സാനിയസ്നൈനി ദുഹുമാ ഫിൽ ഗാരി ഇദ് ഖാല ലി സാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. രണ്ടുപേരിൽ ഒന്നാമനോട് പിടികൂടാൻ വരുന്ന ഉമയ്യത്ത് താഴേക്ക് നോക്കിയാൽ നമ്മളെ പിടിക്കില്ലേ എന്ന് ചോദിച്ച സന്ദർഭം ഒന്നാമൻ രണ്ടാമനോട് പറഞ്ഞു, ഇദ് ഖാല ലി സാഹിബി ലാ തഹസൻ, ഡോണ്ട് വറി, അല്ലാഹ് ബി വിത്ത് us. 2016 ഷാർജ ബുക്ക് ഫെയറിൽ ബെസ്റ്റ് സെല്ലറായ പുസ്തകത്തിന്റെ തലക്കെട്ട് എന്താ? സൈക്കോ കൗൺസിലിംഗ് പുസ്തകമാണ്. ഇന്നും കിട്ടും അതിന്റെ PDF ഗൂഗിൾ. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കേണ്ടടാ, അല്ലാഹ്. 1400 കൊല്ലം മുമ്പ് ഹിജ്റ പോകുമ്പം പറഞ്ഞ വാക്ക് 2020-21 ഇന്നത്തെ GCCയിലെ ഇവയിലെ ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകത്തിന്റെ ടൈറ്റിൽ അല്ല വെറുതെ പറഞ്ഞതല്ല. എന്തൊരു വൃത്തിയുള്ള ആസൂത്രണം. ഇംഗ്ലീഷ് മാറണം, സംസ്കൃതം മാറണം, ഹിന്ദി മാറണം, മലയാളം മാറണം, ദ്രവീഡിയൻ ഭാഷ മാറണം, ഐബേരിയൻ ഭാഷ മാറണം, അബ്രഹമിക് ലാംഗ്വേജുകൾ മാറണം, അറബി മാറരുത്. ഇതൊരു നിർബന്ധ ബുദ്ധിയ. അറബിക്ക് ഡാമേജ് സംഭവിക്കരുത്. ഖിയാമത്ത് നാളാകുന്ന കുറെ സ്റ്റിൽ ചിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിറക് കീറാൻ കോടാലി പൊന്തിച്ച് നിൽക്കുന്ന ഖിയാമത്ത് നാളിങ്ങനെ സംഭവിക്കുമ്പോ ഭൂമിയിലേക്ക് ഒരു ക്യാമറ ക്ലിക്ക് 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 അങ്ങ് മിന്നിച്ചെന്ന് പൊട്ടിക്കാം മീകായിൽ. അപ്പൊ ആ ക്യാമറ പതിഞ്ഞ ചിത്രങ്ങൾ. റസൂലുള്ള എന്തൊരു സാഹിത്യകാരനാണ്. ഒട്ടകത്തിന്റെയും ആടിന്റെയും അകടിൽ നിന്ന് പാല് കറക്കാൻ വലിക്കുന്നവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം. അപ്പൊ കുറെ ചിത്രത്തിലുണ്ടാവും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. ഒട്ടകം ഉണ്ടാവും, അവിടെ ആടും ഉണ്ടാവും, കറക്കുന്ന ആളും ഉണ്ടാവും. പാല് നിന്നുപോയി, വരുന്നില്ല. തീയിൽ നിന്ന് പത്തിരി ചുടാൻ മാവ് കലക്കി അതിങ്ങനെ ആട്ടുന്ന സന്ദർഭം. അപ്പൊ ഏതൊക്കെയോ അറബ് അടുക്കളകളിൽ ഇങ്ങനെയല്ലേ നമ്മുടെ വീടുകളിൽ ദോശ കലക്കാൻ ഇങ്ങനെ വട്ടം കറക്കുമ്പം ഭൂം, അപ്പോഴുള്ള ചിത്രം ഇങ്ങനെ ഇടണം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആണും പെണ്ണും ഒരു നൂലുബന്ധം പോലും ഇല്ലാതെ ഒരുങ്ങുന്ന നേരം ഏതൊക്കെയോ സ്വകാര്യതകളിൽ ശാരീരിക ബന്ധത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ സംസർഗിക്കുവാൻ തയ്യാറാകുമ്പോ ആ ഭാവം ഇതൊക്കെ എങ്ങനെ നടക്കുമ്പോഴായിരിക്കും? അപ്പോൾ ലോകം തീർന്നു എന്ന് ആളുകൾ വിളിച്ചു പറയുന്ന ഭാഷ അറബിയായിരിക്കും, മലയാളത്തിലല്ല, ഇംഗ്ലീഷിലല്ല. എല്ലാം
1400 കൊല്ലം മുമ്പ് ഞാൻ ഷോട്ടാക്കുന്നു. നീ ഇപ്പൊ ഈ ആ മനുഷ്യന്മാരുടെ പേര് പറയൽ തന്നെ മോശം. അവരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ന്യൂയോർക്ക് എന്ന് വന്നില്ലാലോ, ബെയ്ജിംഗ് എന്ന് വന്നില്ലാലോ, സിഡ്നി എന്ന് വന്നില്ലാലോ, ടോക്കിയോ എന്ന് വന്നില്ലാലോ, മോസ്കോ എന്ന് വന്നില്ലാലോ, നിങ്ങളെ നബി മക്ക എന്നല്ലേ വന്നേ? മക്ക എന്നല്ലേ വരണ്ടേ? കാരണം എന്താ? 1500 കൊല്ലം മുമ്പ് മദീനയിൽ നിന്ന് മക്കത്തേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട് എന്ന് കൂട്ടിക്കോ സങ്കല്പത്തിൽ. എന്തായിരിക്കും ടിക്കറ്റ് നമ്പർ ഉണ്ടാവുക? ഫ്രം മദീന ടു മക്ക. തീവണ്ടി ഉണ്ട് എന്ന് കൂട്ടിക്കോ. മദീനയിൽ നിന്ന് മക്കത്തേക്ക് എന്താ ടിക്കറ്റ്? ഫ്രം മദീന ടു മക്ക. ബസ് ഉണ്ട് എന്ന് കൂട്ടിക്കോ. എന്തായിരിക്കും ടിക്കറ്റ്? ഫ്രം മദീന ടു മക്ക. 2024 എന്താ ടിക്കറ്റ്? ഫ്രം മദീന ടു മക്ക. വേറെ ഏത് പേരാ ഭൂമിയിൽ ബാക്കിയായത്? ഒരു പേരും ബാക്കിയായില്ല. പേര് ബാക്കിയായില്ല എന്ന് മാത്രമല്ല, അതിന് ശേഷമാണ് ഈ നഗരങ്ങളൊക്കെ ഉണ്ടായത് തന്നെ. ഇനി നാളെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതും ഉണ്ടാവൂല. റസൂലുള്ളാഹിന്റെ കുറെ മുഅ്ജിസത്തില്ലേ? ഈസാ അലൈഹിസ്സലാം ഡമസ്കസിലെ ജാമിഉ ദിമഷ്കിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിൽ കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന പോലെ താടിയിൽ നിന്ന് വെള്ളമുറ്റുന്ന രൂപത്തിൽ ഇറങ്ങി വരും എന്ന് മദീനത്ത് വെച്ച് പറയുമ്പോ ഡമസ്കസ് പട്ടണവും ഇല്ല, കിഴക്ക് ഭാഗത്ത് വെള്ളമിനാരവും ഇല്ല, വള്ളിയുമില്ല. പിന്നെ ഡമസ്കസ് സിറിയയിലാന്നല്ലോ അന്നത്തെ ഷാം, ക്രിസ്ത്യൻസ്. അവിടെ വന്നു, പള്ളി വന്നു, കിഴക്ക് വൈകുന്നേരമായി ഇന്നും എല്ലാ ബഷാറുൽ അസദും, എല്ലാ റഷ്യ, എല്ലാ അമേരിക്കയും ഡെയിലി കിട്ടുന്ന എല്ലാ ബോംബും ഇട്ടിട്ടും മിനാരത്തുമ്മിലേക്ക് ബോംബ് വീണിക്കില്ല, വീഴയില്ല. ഇനി വീണാലും. അപ്പൊ ഞാന് കുറെ ഇവിടെ തന്നെ കറങ്ങി നേരം കളയുകയല്ല. നമുക്ക് കുറെ ഇനിയും കുറച്ച് സമയം പോലെ മുന്നോട്ട് പോകാനുണ്ട്. എന്തുകൊണ്ട് മക്കത്ത് എന്നുള്ളതിന്റെ ഉത്തരം ഇതൊക്കെ തന്നെയാണ്. മക്കയല്ലാത്തയും മദീനയല്ലാത്തയും എല്ലാ നാടും സംസ്കാരവും ഇല്ലാതെയായി, എല്ലാ ഭാഷയും എല്ലാ ഈ പറഞ്ഞതുപോലെ എല്ലാം ഇല്ലാതായി.